ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ലൈഫ് അറ്റ് ഉർവിയിലേക്ക് വീണ്ടും സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ വീട്ടിലേക്ക് ഉർവിയിലേക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 2 വർഷമായി എന്ന് ആലോചിക്കുമ്പോൾ ഐ വണ്ടർ ടൈം റിയലി ഡിഡ് ഫ്ലൈ. എത്ര പെട്ടെന്നല്ലേ സമയം പോകുന്നത്. So as a part of our 2-year anniversary, we decided to give some love and care back to Urvi. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് we've been very busy with work and വീട്ടിൽ ചെറിയ കൺസ്ട്രക്ഷൻ വർക്ക്സും കൂടെ നടക്കുന്നതുകൊണ്ട് ഉർവി കുറച്ച് കൂടുതൽ മെസ്സി ആയി കിടക്കുകയായിരുന്നു. So today's video is mostly about cleaning and organizing Urvi back to its beauty. And for those who don't know, Urvi is constructed on a sloping terrain. അതുകൊണ്ട് തന്നെ വീടിന് 4 ലെവൽസ് ഉണ്ട്. ഒരു ഫ്ലോർ ക്ലീൻ ചെയ്തെടുക്കാൻ തന്നെ ഇറ്റ് ടേക്സ് ഹാഫ് എ ഡേ ആൻഡ് ഫുള്ള് വീട് ക്ലീൻ ചെയ്തെടുക്കുമ്പോഴേക്കും ഇറ്റ് ടേക്സ് us around 2 days. So we called for help. We called for Gomadi Chechi, who is a very sweet person and makes our cleaning routine much easier. So I'll just show you how spaces at Urvi are arranged. Topmost level ആണ് ഈ കാണുന്നത് and it has direct connection to the road and hence the car parking. ഈ കാർ പാർക്കിംഗ് കഴിഞ്ഞ ഉടനെയുള്ള സ്പേസാണ് നമ്മൾ കറൻ്റ്ലി നമ്മുടെ ആർക്കിടെക്ചറൽ ഓഫീസ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. ആൻഡ് വി ആർ വെരി സൂൺ പ്ലാനിങ് ടു മൂവ് ആൻഡ് എക്സ്റ്റെൻഡ് ദി ഓഫീസ് ടു ദ ടെറസ്. ദാറ്റ് ഡോർ ഓൺ ദ ലെഫ്റ്റ് ലീഡ്സ് ടു ദ ടെറസ് ആൻഡ് ദാറ്റ് സ്റ്റെയർ കേസ് ലീഡ്സ് ടു ദ റെസ്റ്റ് ഓഫ് ദ ഹൗസ്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം, എ വെരി മെസ്സി മാസ്റ്റർ ബെഡ്റൂം ആൻഡ് ഇറ്റ് ഹാസ് എ വെരി ബ്യൂട്ടിഫുൾ view towards the east. Morning sunrises are the best. നല്ല അടിപൊളി കാറ്റും വെളിച്ചമൊക്കെ വരുന്ന ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു വിൻഡോ ആണ്. ആൻഡ് യു സീ ദ റെസ്റ്റ് ഓഫ് ദ മെസ് ഇൻ അവർ ഹോം. ദാറ്റ്സ് അവർ ടോയ്ലറ്റ് സ്പേസ്. ആൻഡ് നമുക്ക് താഴോട്ട് ഇറങ്ങാം. സോ താഴെ നമ്മൾ 2ാമത്തെ ലെവലാണ് നമ്മുടെ ഫാമിലി സ്പേസ്, വെർ വി ഹാവ് എ ഓപ്പൺ ലിവിങ് ആൻഡ് ഡൈനിങ് വിത്ത് ഓപ്പൺ കിച്ചൺ. ദാറ്റ്സ് അമ്മ വർക്കിംഗ് ഓൺ ദ ലഞ്ച്. ഇതൊരു സർവീസ് ബാൽക്കണിയാണ് ആൻഡ് കിച്ചണിന് ഡയറക്റ്റ് കണക്ഷനുമായിട്ട് നമുക്ക് അമ്മയുടെ റൂം കൊടുത്തിട്ടുണ്ട്, which is also connected to the living space. And അതാണ് നമ്മുടെ അനിയൻ്റെ ബെഡ്റൂം. അവൻ കിടന്നുറങ്ങുന്നുണ്ട്, അവനെ ഡിസ്റ്റർബ് ചെയ്യണില്ല. ആൻഡ് ദെൻ അഗെയിൻ ദിസ് ഈസ് ദ മെയിൻ ഡോർ ഓൺ ദ 2nd ലെവൽ. ആ കാണുന്നത് പൂജ സ്പേസ് ആണ്. ആൻഡ് ഇത് നമ്മുടെ കൊക്കോ കുട്ടി. ഈ ലെവലിൽ നിന്ന് നമുക്ക് മേളിലോട്ട് റോഡിലേക്ക് ആക്സസ് ഉണ്ട്, വിച്ച് ഐ വിൽ ഷോ യു ലേറ്റർ. നൗ വിൽ മൂവ് ടു ദി നെക്സ്റ്റ് ലെവൽ, വിച്ച് ഹാസ് എ ഫൺ ക്യാരക്ടർ വിത്ത് എ ഹാമക് ഫ്ലോർ. ഇവിടെ വന്ന് റിലാക്സ് ചെയ്തുകൊണ്ട് ബുക്കൊക്കെ വായിച്ചിരിക്കാൻ നല്ല രസമാണ്. ഈ ലെവലിൽ തന്നെയാണ് നമ്മുടെ ബാക്കിയുള്ള സർവീസ് സ്പേസുകൾ, മേജർ സ്റ്റോറേജ്, ഇൻവെർട്ടർ, ക്ലോത്ത് ഡ്രൈയിങ് റാക്കൊക്കെ വരുന്നത്. ആൻഡ് എ ഡോർ ദാറ്റ് ലീഡ്സ് ടു ദ ലാൻഡ്സ്കേപ്പ് സ്പേസ് ഔട്ട്സൈഡ്. ഞാനത് പിന്നീട് കാണിക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ സിസ്റ്ററിൻ്റെ ബെഡ്റൂം, വിച്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പീസ്ഫുൾ ബങ്കർ ലൈക്ക് ബെഡ്റൂം അറ്റ് അവർ ഹോം. മാസ്റ്റർ ബെഡ്റൂമും അമ്മയുടെ ബെഡ്റൂം പോലെ തന്നെ ഈ റൂമിനും ഈസ്റ്റിലേക്ക് നല്ലൊരു വ്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നാരോ സ്റ്റെയർ കേസ് വഴിയാണ് നമ്മൾ വീടിൻ്റെ ഏറ്റവും താഴത്തെ ലെവലിലേക്ക് എത്തുന്നത്. ഈ സ്പേസ് നമ്മളൊരു ഗസ്റ്റ് ലൗഞ്ച് പോലെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പഴയ ഫേർണിച്ചേഴ്സൊക്കെയാണ് തൽക്കാലം ഇട്ടിരിക്കുന്നത്, ബട്ട് വിൽ മേക്ക് ഓവർ സോ മേ ബി ഇൻ ഫ്യൂച്ചർ. ആൻഡ് ഇവിടുന്ന് തന്നെ നമുക്ക് വീടിൻ്റെ ബാക്ക് യാർഡിലേക്കുള്ള എക്സിറ്റ് ഉണ്ട്. ദാറ്റ്സ് ദ ബാക്ക് യാർഡ് ഓഫ് അവർ ഹോം ആൻഡ് ദാറ്റ്സ് ഉർവി. Special thing about our home is that it is connected to the landscape on each level. എല്ലാ ലെവലും ലാൻഡ്സ്കേപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതേ കാണുന്നതാണ് നമ്മൾ ചെറിയൊരു ലില്ലി പോണ്ട്. ലില്ലി പോണ്ടിൽ ഒരുപാട് ഗപ്പി മീനൊക്കെ ഉണ്ട്.
ബാക്ക് യാർഡിൻ്റെ ഒരു ലെവൽ മേലെയായിട്ടാണ് ഈ ലിലി പോണ്ടും അതുപോലെ തന്നെ ഡിംപിളിൻ്റെ ഒരു ഡോഗ് ഹൗസും വരുന്നത്. ഈ ലെവലിലും നമുക്ക് ഇൻറ്റീരിയറിലേക്ക് ഒരു ആക്സസ് ഉണ്ട്. ആ സ്പേസാണ് ആ നെറ്റഡ് ആയിട്ടുള്ള ഹാമക്ക് ഏരിയ വരുന്നത്. അവിടുന്ന് വീണ്ടും ഒരു ലെവൽ മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി ലെവലിൻ്റെ കോർട്ട്യാർഡിലെത്തി. ദേ വീണ്ടും കൊക്കോ. ആൻഡ് അവിടെ നിന്ന് ഐദർ സ്റ്റെപ്സ് വഴി അല്ലെങ്കിൽ പുറത്തുള്ള ഈ സ്ലോപ്ഡ് റോഡ് വഴി നമുക്ക് മുകളിലത്തെ മെയിൻ റോഡിലേക്ക് എത്താം. ആൻഡ് വി ഹാവ് റീച്ച്ഡ് വെയർ വി സ്റ്റാർട്ടഡ്. അങ്ങനെ വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു നഴ്സറിയിലേക്ക് പോയി. കീഴ്ത്തള്ളി ആശാൻ റോഡിൽ മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ എന്നാണ് ഈ അടിപൊളി നഴ്സറിയുടെ പേര്. ഈ നഴ്സറിയുടെ ഓണർ സുധീഷ് ഏട്ടൻ നമ്മുടെ നെയ്ബറും ഫാമിലി ഫ്രണ്ടും കൂടെ ആയതുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ തോട്ടത്തിൽ പോയി നമുക്ക് പച്ചക്കറികളൊക്കെ പറിച്ചെടുക്കാം. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് സുധീഷ് ഏട്ടൻ തോട്ടത്തിൽ ഒരുപാട് റെഡ് ലേഡി പപ്പായയും പയറും വഴുതനയും ഒക്കെ കായ്ച്ചിരിക്കുന്നുണ്ട്. അത് അവിടെ ചെന്ന് പറിച്ചെടുക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ ഈ നഴ്സറിയിലേക്ക് വന്നതാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ഇവിടെ ഉണ്ടല്ലോ എത്രയാ പച്ചക്കറികളുള്ളത്. ഓർഗാനിക്കായിട്ട് വളർത്തിയ പയറും വഴുതനയും നാടൻ തക്കാളിയും വെണ്ടയ്ക്കയും അങ്ങനെ പലതും ഉണ്ട് ഇവിടെ. ഇവിടെ പച്ചക്കറികളേക്കാൾ കൂടുതൽ ഫ്രൂട്ട് ബെയറിങ് പ്ലാന്റ്സ് ആണുള്ളത്. ഇതിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. പലതരം മാവിൻ്റെയും പ്ലാവിൻ്റെയും ഓറഞ്ചിൻ്റെ വെറൈറ്റികളുണ്ട്. പലതരം ലെമൺ ട്രീസ് ഉണ്ട്. തായ് പിങ്ക് ഗ്വാവ, സ്വീറ്റ് ലൂവി, വിയറ്റ്നാം റെഡ് ജാക്ക് ഫ്രൂട്ട്, അങ്ങനെ പലതരം ഫ്രൂട്ടിംഗ് ട്രീസിൻ്റെ വെറൈറ്റികളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ വെറും ഒരു നഴ്സറി മാത്രമല്ല, ഒരു കംപ്ലീറ്റ് ഹോം ആൻഡ് കമേഴ്ഷ്യൽ പ്ലാന്റ്സ്കേപ്പിങ്ങും കൂടെ മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. സോ ഇഫ് യു ആർ പ്ലാനിങ് ടു ഡു ലാൻഡ്സ്കേപ്പിംഗ് അറ്റ് യുവർ ഹോം ഓർ ഓഫീസ് സ്പേസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡനിലേക്ക് എക്സോട്ടിക് ആയിട്ടുള്ള ഹൈബ്രിഡ് ഫ്രൂട്ടിംഗ് പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ സുധീഷ് ഏട്ടനെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ പച്ചക്കറികളൊക്കെ പറിച്ച് നമ്മൾ തിരിച്ചു പോവാണ്. ആൻഡ് ദിസ് ഈസ് ആർ ടുഡേയ്സ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.